പശ്ചിമബംഗാളിലെ സാഗർദത്ത മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സിന് മർദ്ദനമേറ്റു. മരിച്ച രോഗിയുടെ ബന്ധുക്കളാണ് ഡോക്ടേഴ്സിനെ തല്ലിയത്. മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. സംഭവത്തിൽ പ്രതിഷേധിച്ച കൊൽക്കത്തയിൽ ഡോക്ടേഴ്സ് പന്തംകൊളുത്തി പ്രകടനം നടത്തി. ഇന്നലെ വിനീത വിജി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനീത. ഇപ്പോൾ പല ആശുപത്രികളിലും ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യുന്നൊരു സാധാരണ സംഭവമാണ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശുപത്രികളിൽ ഡോക്ടർമാർക്കും ഒപ്പം ആരോഗ്യ പ്രവർത്തകർക്കും നേരെയുണ്ടാവുന്ന അതിക്രമങ്ങൾ അതിലൊരു അറുതി വരുത്തണമെന്നും കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ പശ്ചിമ ബംഗാളിലടക്കം ഡോക്ടർമാരുടെ പ്രതിഷേധം നമ്മൾ നേരിൽ കണ്ടതാണ്. അവരുടെ പ്രതിഷേധം ഏതാണ്ട് 42 ദിവസമാണ് ആദ്യഘട്ടത്തിൽ ഈ ആർജികോർ മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് നീണ്ടു നിന്നിരുന്നത്. അതിനുശേഷം ഈ അടിയന്തര സേവനങ്ങളിലേക്കടക്കം ഡോക്ടർമാർ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഒരു വാർത്തയനുസരിച്ച് ഈ പശ്ചിമ ബംഗാളിലെ സർക്കാർ ആശുപത്രിയിലെ മുഴുവൻ ഡോക്ടർമാരും വീണ്ടും ഈ അടിയന്തര സേവനങ്ങളടക്കം നിർത്തിവെച്ചുകൊണ്ട് അവർ പണിമുടക്കിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയിലാണ് ഈ മെഡിക്കൽ കോളേജ് സാഗർദത്ത മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടേഴ്സിന് നേരെ ഈ ബന്ധുക്കളുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ആശുപത്രിയിലെത്തിയ രോഗി മരിക്കുകയായിരുന്നു. ഈ മരിച്ച രോഗിയുടെ ബന്ധുക്കളാണ് ജൂനിയർ ഡോക്ടറെ കയ്യേറ്റം ചെയ്യുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുമുണ്ട്. ഈ സുരക്ഷ അടക്കം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡോക്ടർമാരുടെ ഹർജി അടക്കം ഈ നിലവിൽ സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ പരിഗണനയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഡോക്ടർമാർക്കെതിരെ ഈ അതിക്രമം ഉണ്ടാവുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ഡോക്ടർമാർ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി. ഇന്ന് ഈ ആർജികോർ മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. അതിനുശേഷം ഈ സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ ആ ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് അതിന്റെ പിന്നാലെ തന്നെ ഈ സുരക്ഷയടക്കം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് IMA ഉൾപ്പെടെ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. എന്താണെങ്കിലും അവർ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. അത്തരം ആവശ്യങ്ങളിലൊക്കെ തന്നെയാണ് ഡോക്ടർമാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ അത്തരം ആവശ്യങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾ അത് എത്രത്തോളം വേണ്ടതാണെന്ന് അടക്കം ഇപ്പോൾ വന്നിരിക്കുന്ന ആ സംഭവം കൂടി മുൻനിർത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജൂനിയർ ഡോക്ടർമാർക്കെതിരെയാണ് ഈ ബന്ധുക്കളുടെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായത്. അവർ മർദ്ദിക്കുന്ന അടക്കം ദൃശ്യങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. എന്താണെങ്കിലും പണിമുടക്കിനൊരുങ്ങുന്നു എന്ന വാർത്ത തന്നെയാണ് ഡോക്ടർമാർ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിനീത വി.